ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കോൺഗ്രസ് നേതാവായിരുന്ന പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗവർണർ. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അനുസ്മരണത്തിൽ പങ്കെടുത്തു. മോഹനകൃഷ്ണൻ സ്മാരക പുരസ്കാരങ്ങളും ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്തു. ഭരിക്കുന്നവർ തന്നെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് നേതാവും എം.എൽ.എയുമായിരുന്ന പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണം പൊന്നാനി എരമംഗലത്ത് നടന്നു. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്കെതിരെ SFI നടത്തുന്ന കരിങ്കൊടി പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ചു. ഭരിക്കുന്നവർ തന്നെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു. Two example similes have been given that flood comes and there is froth floating on the surface of the water. The foam disappears and the water gets into the earth and makes it fertile. Similarly, you go to a silversmith or goldsmith, give him some metal, he melts it. The molten metal becomes ornament and the froth which comes on the surface disappears. Likewise, the Holy Book says that whatever is of no use, it disappears. فَأَمَّا الزَّبَدُ فَيَذْهَبُ جُفَاءً وَأَمَّا مَا يَنْفَعُ النَّاسَ فَيَمْكُثُ فِي الْأَرْضِ. But whatever is beneficial to mankind, not to any particular denomination. പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ പുരസ്കാര സമർപ്പണവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. മോഹനസ്പർശം വീടിന്റെ താക്കോൽദാന കർമ്മവും നടന്നു. ഗായകൻ M.G. ശ്രീകുമാർ, സുജിത് നായർ, നിലമ്പൂർ ആയിഷ, അമ്മിണി തമ്പുരാട്ടി തുടങ്ങിയവർക്ക് ഗവർണർ പുരസ്കാരം സമ്മാനിച്ചു. വേദിയിലേക്ക് നടന്നുകയറാൻ പ്രയാസമുള്ള അമ്മിണി തമ്പുരാട്ടിക്ക് സദസ്സിലേക്ക് ഇറങ്ങിവന്നാണ് ഗവർണർ പുരസ്കാരം സമ്മാനിച്ചത്. VM സുധീരൻ അധ്യക്ഷത വഹിച്ചു. രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി. E.T. മുഹമ്മദ് ബഷീർ MP മുഖ്യപ്രഭാഷണം നടത്തി.